വയനാട് മാനന്തവാടിയിൽ കർഷകനെ കൊലപ്പെടുത്തിയ ആനയെ മയക്കുവെടി വെച്ച് പിടികൂടാനുള്ള ദൌത്യം പുനരാരംഭിച്ചു. മണ്ണുണ്ടിയിൽ നിന്ന് 2 കിലോമീറ്റർ അകലെ ഇരുമ്പുപാലത്ത് ആനയെ ട്രാക്ക് ചെയ്തു. ആന നിൽക്കുന്നത് നിരന്ന പ്രദേശത്താണെന്നും മയക്കുവെടി വയ്ക്കാൻ അനുയോജ്യമായ സ്ഥലമാണെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് വനം വകുപ്പിന്റെ മുന്നറിയിപ്പുണ്ട്. ആനയെ പിടികൂടാൻ വൈകുന്നതിൽ ഇന്ന് വയനാട്ടിലെ ഏതാനും കർഷക സംഘടനകൾ ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഹർത്താലിന് കർഷക കോൺഗ്രസും പിന്തുണ നൽകിയിട്ടുണ്ട്. ടി അനീസ് അലി വിവരങ്ങൾ നൽകാൻ ചേരുന്നുണ്ട്. അനീസ്, ഈ മിഷൻ ഇന്നും പുനരാരംഭിച്ചിരിക്കുകയാണ്. ആനയെ ട്രാക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ? ആന ഇപ്പോഴും മണ്ണുണ്ടി ഭാഗത്ത് തന്നെയാണോ ഉള്ളത്? ഫർഷ, നിലവിൽ ആന ഇരുമ്പുപാലം മേഖലയിലാണുള്ളത്. എന്തായാലും വൈകാതെ തന്നെ ആനയെ വെടിവെക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ വനംവകുപ്പ് പ്രകടിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഇന്നലെയൊക്കെ ഉണ്ടായിരുന്ന മണ്ണുണ്ടി വനമേഖലയുടെ മറ്റൊരു ഭാഗമാണ് ഈ പറയുന്ന ഇരുമ്പുപാലം. ഇവിടെ ആലത്തൂർ എസ്റ്റേറ്റിലാണ് ഇപ്പോൾ ആനയെ കണ്ടെത്തിയിട്ടുള്ളത്. ആനയെ കൃത്യമായി ലൊക്കേറ്റ് ചെയ്യാൻ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. നേരത്തെ ഉണ്ടായിരുന്നതിന് വ്യത്യസ്തമായി ഒരല്പം നിരന്ന പ്രദേശത്ത് ആനയെ കിട്ടിയിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ വൈകാതെ സന്ദർഭവും സാഹചര്യവും ഒത്തുവന്നാൽ മയക്കുവെടി വെക്കുമെന്നാണ് അറിയിക്കുന്നത്. എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. വനത്തിലേക്ക് നേരത്തെ പോയിട്ടുള്ള ആളുകൾ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ മയക്കുവെടി വിദഗ്ധ സംഘവും വെറ്റിനറി ഡോക്ടർമാരും മറ്റു RRT അംഗങ്ങളും ഒക്കെ ഇപ്പോൾ ഈ വനമേഖലയിലേക്ക് കയറിയിട്ടുള്ളത്. തെരച്ചിൽ ആരംഭിച്ചു കഴിഞ്ഞു. വൈകാതെ ആനയെ പിടികൂടാനാകുമെന്ന പ്രതീക്ഷ എല്ലാവരും പങ്കുവെക്കുന്നുണ്ട്. സജീവമായ ചടുലമായ നീക്കങ്ങൾ വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ നടക്കുന്നുണ്ട്. അല്പം മുമ്പ് നമ്മൾ നോർത്ത് വയനാട് DFO മാർട്ടിൻ ലോവൽ, അതുപോലെ തന്നെ സൗത്ത് വയനാട് DFO ഷജിന കരീം രണ്ടുപേരോടും സംസാരിച്ചിരുന്നു. രണ്ടുപേരും പറയുന്നത് ഇന്ന് തന്നെ ആനയെ പിടികൂടാൻ കഴിയും എന്ന് തന്നെയാണ് അവർ ഉറച്ച പ്രതീക്ഷ പ്രകടിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ ആ സാഹചര്യങ്ങളെല്ലാം അനുകൂലമായി വന്നിരിക്കുന്നു. കോടമഞ്ഞ് നീങ്ങിയിട്ടുണ്ട്. നമുക്കറിയാം, ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ നല്ല തണുപ്പുള്ള കോട ഇറങ്ങുന്ന ഒരു സമയമാണ്. ഈ സമയത്ത് ഇപ്പോൾ ഈ സമയം ഇത്രയായതോടുകൂടി കോടമഞ്ഞ് നീങ്ങി തുടങ്ങിയിട്ടുണ്ട്. കാട്ടിനകത്ത് വെളിച്ചം വീണ് തുടങ്ങിയിട്ടുണ്ട്. ആനയെ കൃത്യമായി ലൊക്കേറ്റ് ചെയ്യാനും വനപാലകർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അനുയോജ്യമായ ഒരു പ്രദേശത്ത് തന്നെ ആനയെ കൃത്യമായിട്ട് തന്നെ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അനുയോജ്യമായ സാഹചര്യങ്ങളാണ് മയക്കുവെടി വെക്കാൻ എന്നുള്ളതാണ്